ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ കുറേ ദിവസമായിട്ട് ആലോചിക്കാൻ കേട്ടാ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാലോ എന്ന്. നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോവാം. ഇവിടെ പിന്നെ അടുത്തേ ഒരു സിറ്റി ഉണ്ട്, അതാണ് ഈജിപ്റ്റ് സിറ്റി. അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കണേ. എടാ ടോമി, എന്ത് പറയണു? നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഏ ഈജിപ്റ്റ് സിറ്റിയിലാ? അതൊരു മരുഭൂമിയല്ലേ? അവിടെ പിന്നെ ഭയങ്കര വെയിലായിരിക്കും. എനിക്കാണെങ്കിൽ അധികം നേരം വെയിൽ കൊള്ളാൻ പറ്റില്ല. അതെ, നിങ്ങൾ പൊക്കോ, ഞാനില്ല. ആണോ? എന്നാ ശരി, ഞാൻ നിർബന്ധിക്കണില്ല. ഞാനപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളാം. ഇനിയിപ്പോൾ നമുക്കേ ബാഗൊക്കെ പാക്ക് ചെയ്യാം. Meanwhile, ഓക്കെ, ഇവിടെ ഞാനേ ക്യാഷൊക്കെ കൈപ്പിടിച്ചു. ഈ ബാഗിലേ നിറച്ച് ക്യാഷാ. നിങ്ങളപ്പോൾ ഇതായിരിക്കും വിചാരിക്കണ്ടാവുക, എന്തിനാ ഇത്രയധികം ക്യാഷ് കൈപ്പിടിക്കണേന്ന്. പോരാത്തിന് ഇതൊരു വൺ ഡേ ട്രിപ്പാണ്. സംഭവം വേറൊന്നുമല്ല, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ. അതും ബുള്ളറ്റിൻ്റെ ബൈക്കാ, റോയൽ എൻഫീൽഡ്. ഞാൻ ആലോചിക്കണതേ ഒരു പുതിയ കാർ മേടിച്ചാലോ എന്ന്. നമുക്കെന്നിട്ട് കാറിൽ ട്രിപ്പൊക്കെ പോവാം, അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ പിന്നെ കുറച്ച് ക്യാഷ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ക്യാഷ് വെച്ചിട്ട് നമുക്കൊരു പുതിയ കാർ മേടിക്കാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു ഷോറൂമുണ്ട്, നമുക്ക് ആ ഷോറൂമിലേക്ക് പോവാം. ആ ഷോറൂമിൽ പുതിയ കാറൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാ. ഇതെന്തത്? ഷോറൂമിൽ അധികം വണ്ടികളൊന്നും ഇല്ലേ? എനിക്ക് 2-3 വണ്ടികൾ മാത്രമേ കാണാനുള്ളൂ. ഇതുണ്ടല്ലേ, ഷോറൂം ഓൾമോസ്റ്റ് കാലിയാ, അധികം കാറൊന്നും ഇല്ല. ഇവിടെ പിന്നെ 3 കാറ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു എൻഡവർ ഉണ്ട്, മോഡിഫൈഡ് തോന്നുന്നുണ്ട്. പിന്നെ ഫോർച്യൂണർ ലെജൻഡർ ഉണ്ട്, പിന്നെ താർ റോക്സും. താർ റോക്സ് കുഴപ്പമില്ല ഏട്ടാ, നൈസ് കാറാ. എൻഡവറും നൈസ് കാറാണ്, പക്ഷേ എൻ്റെ കയ്യിലേ അധികം പൈസ ഇല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ 20 ലക്ഷം മാത്രമേ ഉള്ളൂ. എൻഡവറിന് ഏകദേശം 50 ലക്ഷം വരുന്നുണ്ട്. പിന്നെ ഫോർച്യൂണറിനും അധികം പൈസ വരും, ഏകദേശം 60 ലക്ഷം വരും. ഹലോ ചേട്ടാ, അതെ, ഈ കാണുന്ന താർ റോക്സ് ഇല്ലേ, അതിന് എത്ര റേറ്റ് വരണേ? ഈ കാണുന്ന താർ റോക്സിന് അധികം റേറ്റ് ഒന്നും ഇല്ല, ആകെ 22 ലക്ഷം മാത്രമേ ഉള്ളൂ. 22 ലക്ഷ? ചേട്ടാ, ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ? ഒരു ചെറിയ ഡിസ്കൗണ്ട് 20-ന് ഉറപ്പിക്കാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ 20 ലക്ഷം മാത്രമല്ലേ. 20 ലക്ഷ? ഒരു മിനിറ്റ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാ ശരി, 20-ന് ഉറപ്പിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ക്യാഷൊക്കെ കൊടുത്തു. നമ്മളങ്ങനെ ഈ താറ് പർച്ചേസ് ചെയ്തേ. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി പുറത്തേക്ക് ഇറക്കാം. എന്തിട്ടായാലും വണ്ടി നൈസ് വണ്ടിയാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ വണ്ടി പിന്നെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോവേ. ഞാൻ പിന്നെ ആലോചിക്കണതേ ഈ വണ്ടി മോഡിഫൈ ചെയ്താലോ എന്ന്. നിങ്ങളപ്പോൾ ഇതായിരിക്കും വിചാരിക്കണ്ടാവുക, വണ്ടി മോഡിഫൈ ചെയ്യാൻ എൻ്റെ കയ്യിൽ എവിടെ കാശെന്ന്. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പാ. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യും തോന്നുന്നുണ്ട്. ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യുമെന്ന് വിചാരിക്കണു, ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയില്ലേ അതോടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു നോക്കാം. 2 hours later. ഓക്കെ, വണ്ടി എങ്ങനെ മൊത്തത്തിൽ മോഡിഫൈ ചെയ്തുട്ടാ? അവൻ പിന്നെ ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്തു, എൻ്റെ നിന്ന് പൈസ ഒന്നും മേടിച്ചില്ല. പൈസ മേടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അത് വേറെ കാര്യം. എന്നാലും അവൻ പെടായിട്ട് മോഡിഫൈ ചെയ്തുട്ടാ. ഇതുണ്ടില്ലേ, വണ്ടിയുടെ അലോയ്സ് ഒക്കെ മാറ്റി, വലിയ സൈസ് അലോയ്സ് വെച്ചു. പിന്നെ വണ്ടിയുടെ കളറും മാറ്റി, ബ്ലാക്ക് ആക്കി. മുന്നത് റെഡ് കളറായിരുന്നു. എന്നിട്ടായാലും കുഴപ്പമില്ല, നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കേ ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ഈജിപ്റ്റ് സിറ്റിയിൽ പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിനി ആ ഈജിപ്റ്റ് സിറ്റിയിൽ പോവാം. നമ്മൾ പിന്നെ ഓൾമോസ്റ്റ് ആ സിറ്റിയിൽ എത്തിയേക്കാണ് കേട്ടാ. അവിടെ സൈഡിൽ ഒരു പാലം കാണല്ലേ, നമുക്ക് ആ വഴി കൂടെ പോവണ്ടേ. ഈ വഴി കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈജിപ്റ്റ് സിറ്റിയിലെത്തും. അവിടെ പിന്നെ മുമ്പിലേ കുറച്ച് ബിൽഡിംഗ് ഒക്കെ കാണാണ്ട്, അവിടെ മിക്കവാറും ആൾക്കാർ താമസിക്കുന്നുണ്ടാവും.
അത് പിന്നെ ഫുള്ള് ഡെസേർട്ടാണ്, ഒരു മരുഭൂമിയാ. മുമ്പില് പിരമിഡും കാണാണ്ട്. ഈ വീട്ടിൽ ആരെങ്കിലും താമസിക്കണ്ട? ഹലോ, എനിബഡി ഹിയർ? ഓ, ഈ വീട്ടിൽ ആരെങ്കിലും കാണാല്ലേട്ടാ? ഇവിടെ പിന്നെ മേലേക്കും നമുക്ക് കയറാനൊക്കെ പറ്റും. നമ്മളിത് ഏറ്റവും മേലേക്ക് എത്തിയിട്ടാ. മുമ്പിലും ഇഷ്ടം പോലെ വീടൊക്കെ ഉണ്ട്. അതെ, നമുക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് ചാടിയാലോ? ഒന്ന് ചാടി നോക്കാലേ. ലെറ്റ്സ് ഗോ. അമ്മച്ചി, തലയിടിച്ച് വീണുല്ലോ. ആ, ഒന്നും സംഭവിച്ചില്ല. എന്നാലും ഈ വീട്ടിൽ നമ്മൾ ലാൻഡായി. ഒരു മിനിറ്റ്, ഇതെന്താ സംഭവം? ഇത് വലിയൊരു ബിൽഡിങ്ങാ. നമ്മളകത്തേക്ക് കയറിയുണ്ട്. ഇതെന്താണോ സംഭവം? എനിക്കൊന്നും മനസ്സിലായില്ല. ഏയ്, ഇതിൻ്റെ അകത്ത് ആരുണ്ടല്ലോ. അയ്യോ, ഇതെന്തത്? ഇതെന്തൊരു ജീവിയാ? ഗൈസ്, ഇത് നോക്കിയേ. 5 തലയുണ്ടാ? 5 തലയുണ്ട് കേട്ടാ. എന്തോ ഡ്രാഗണാന്ന് തോന്നുന്നുണ്ട്. ഹലോ ചേട്ടാ, എന്താ പരിപാടി? എന്താ അവിടെ അങ്ങനെ നിൽക്കണേ? ഓ, ഇതൊന്നും മിണ്ടണില്ല ചേട്ടാ. 5 അല്ല, 6 തലയുണ്ട്. അടിയിലും ഒരു തലയുണ്ട്. ഇതെന്താണോ ജീവി? എനിക്കൊന്നും മനസ്സിലായില്ല. അതെ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പോവാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഡ്രാഗണെ നമ്മൾ അറ്റാക്ക് ചെയ്യും. അതിപ്പോൾ ഏതായാലും വേണ്ട. ഇവിടെ പിന്നെ പിരമിഡും ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ? അയ് ശരി, നമുക്ക് പിരമിഡിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുണ്ടാ? ആ, നമുക്കപ്പോൾ ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ അകത്ത് കയറണത് സേഫാണോ? ആ, ഞാൻ പക്ഷെ ഒന്നും നോക്കിയില്ല. രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറി. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഉണ്ടേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും സംഭവിച്ചാലേ വെപ്പൺസ് എടുത്ത് എല്ലാത്തിനും അലക്കിവിടുക, അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അകത്തൊക്കെ ഫുള്ള് കാലിയാണ്. ആ, ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിനി ഇവിടെ നിന്ന് പോവാം. എന്നിട്ടായാലും ഈ സ്ഥലം കുഴപ്പമില്ല കേട്ടാ, നൈസായിട്ടുണ്ട്. മുമ്പിൽ പിന്നെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അതാരുടെ പ്രതിമയാണാവോ? എന്നിട്ടായാലും നമുക്കേ ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാം. ടോമി പിന്നെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ആ, പിന്നെ ഈ മോഡിൻ്റെ ലിങ്ക് ഇല്ലേ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. അത്രേ ഉള്ള പരിപാടി. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.